എന്ത് കഷ്ടാലേ, നമ്മുടെ ഭാസ്കരേട്ടനെ പിരിച്ചു വിട്ടതില്ലേ? അയ്യോ പാവം ഭാസ്കരേട്ടനെ എന്തായാലും തിരിച്ചെടുത്തേ പറ്റൂ. ഭാസ്കരേട്ടനെ പിരിച്ചുവിടുന്നതിനെതിരെ നമ്മൾ എന്തായാലും പൊരുതണം. ഇന്ന് ഭാസ്കരേട്ടനെ പിരിച്ചുവിട്ടു, നാളെ നമ്മളെ പിരിച്ചുവിടില്ല എന്ന് എന്താ ഉറപ്പ്? മാനേജര് ഇത്തരം രീതിയിൽ എല്ലാ കാര്യങ്ങളിലും കൈകടത്തുകയാണെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയായിട്ട് മുന്നോട്ട് വലിയ പ്രയാസമായിരിക്കും. അയാൾ എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്നുണ്ട്. വേണ്ടതിലും വേണ്ടാത്തതിലും മാനേജർക്ക് ഇടപെടാവുന്ന ചില കാര്യങ്ങളുണ്ട്, അതിൽ ഒതുങ്ങി നിൽക്കാന്നല്ലാണ്ട് എല്ലാ വിഷയങ്ങളിലും മാനേജർ കയറി കൈകിടക്കുന്നത് ശരിയായിട്ട് പ്രവണതയല്ല. അക്കാദമിക് കാര്യങ്ങളിലടക്കം അയാൾ കയറി ഇടപെടുന്നുണ്ട്. എന്താ ചെയ്യത്? അത് നമുക്ക് അത് സമ്മതിക്കാൻ കഴിയുന്ന കാര്യമല്ല. മാനേജർക്ക് അക്കാദമിക കാര്യത്തിൽ ഇടപെടേണ്ട ഒരു ആവശ്യമില്ല. ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കുന്നതിൽ മാത്രം മാനേജർക്ക് ഇടപെടേണ്ട ആവശ്യമുള്ളൂ. ഒരു എക്സാം എന്നുള്ള നിലയ്ക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യം മാനേജറോട് വളരെ ഭവ്യതയിൽ ഞാൻ ഉണർത്തിച്ചിട്ടുണ്ട്. ഈ സ്കൂളിൻ്റെ വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങളിലൊന്നും ഇടപെടരുത്. മറ്റു കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ അവകാശങ്ങൾ പ്രകാരം, അദ്ദേഹത്തിനുള്ള നിയമങ്ങൾ പ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്താൽ മതി എന്ന് പല പ്രാവശ്യം പറഞ്ഞാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ തിരിച്ചുള്ള പെരുമാറ്റം വളരെ രൂക്ഷമാണ്. അദ്ദേഹത്തിൻ്റെ പരമാധികാരമുള്ള ഒരു സ്ഥലം പോലെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തു പറയാനാ? അപ്പോൾ ഞാൻ പറയുന്നത് ഈ ഒരു വിഷയം മാത്രമല്ല, പല കാര്യങ്ങളും ഉണ്ട്. അതൊക്കെ ഒന്ന് ചർച്ച ചെയ്തിട്ട് അതിനൊരു നമുക്ക് ഒരുമിച്ച് നിൽക്കേണ്ടതായിട്ട് വരും. അതിനെ നമുക്കൊന്ന് എതിർക്കേണ്ടതായിട്ട് വരും. നമ്മുടെ ഭാസ്കരേട്ടനെ പിരിച്ചുവിട്ടാ. അയ്യോ, നമ്മുടെ ഭാസ്കരേട്ടന് ആരാ പറഞ്ഞു ഹെഡ്മാഷ് പറഞ്ഞു മാനേജറാന്ന്. എല്ലാരും വിളിക്കാം. എല്ലാരും പറയുന്നുണ്ട്, മാഷ് ക്ലാസ്സിൽ വരുന്നില്ല, ക്ലാസ് എടുക്കില്ല, അദ്ദേഹത്തിന് നടപടി എടുക്കുന്നൊക്കെ പറയുന്നുണ്ട്. അത് പള്ളി പറഞ്ഞാൽ മതി. പക്ഷേ ഈ 30 ലക്ഷം രൂപ എണ്ണി വാങ്ങുമ്പോഴേ ക്ലാസ് എടുക്കണമെന്ന് ഒരു ഡിമാൻഡും അങ്ങേർക്കുണ്ടായിരുന്നില്ല. പ്രത്യേക ഡിമാൻഡായിട്ട് പറയണ്ടായിരുന്നു എന്നാണോ മാഷ് പറയണത്? അല്ല, അങ്ങനെയല്ല. നമ്മളും അങ്ങനെ കല്യാണത്തെ സാരി കല്യാണം മേടിച്ച നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. 7000 രൂപ ഇതിന്റെ വില. അതെ, അതല്ല അവിടുത്തെ വിഷയം വേറെയാണ് ഇവിടെ. മാഷേ, എനിക്ക് പോവാനൊരു കൂടി തിരക്കുണ്ട്. തനിക്ക് എന്നു തന്നെയാണല്ലോ മാഷെ, ഞാനിന്ന് ലീവ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? മാഷ് പറയില്ലേ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മളിപ്പോൾ ഈ മാനേജറുടെ ഇയാളുടെ രീതികൾ വളരെയധികം നമുക്ക് ദോഷകരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അതിനെപ്പറ്റിയിട്ടൊന്നും ആലോചിക്കാണ്ട് വേറെ 1-2 കാര്യങ്ങൾ ആലോചിക്കാണ്ട് വേറെ എന്നാ ചെല്ല് അതെ, അവിടെയെങ്കിലും ഒരു ഉപകാരം ഉണ്ടായിക്കോട്ടെ. അല്ല, ഇയാൾ ചെന്ന് കഴിഞ്ഞാൽ അവിടെയെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാവുമല്ലോ. ശരി, ആയിക്കോട്ടെ. യൂണിയൻ പ്രവർത്തനം അതിങ്ങനെ നടക്കലാണ്. നല്ലതാണ്. ഞാൻ പോവാ. ഞാൻ ഇവിടെ ഇരുന്നിട്ട് എന്താ കാര്യം? പെട്ടെന്ന് അവരോട് ഓടി വരാൻ പറഞ്ഞിട്ട് അതുണ്ട് ഇവിടെ. അത് നമ്മുടെ ഹെഡ് മാഷും പിന്നെ നമ്മളെ മാനേജറും തമ്മിലൊരു ഒത്തുകളി, ഒരു അഡ്ജസ്റ്റ്മെന്റ് കളിയാണ്. മനസ്സിലായില്ലേ? അപ്പം എനിക്കാണെങ്കിൽ കുറച്ച് പോയിട്ട് എൻ്റെ യൂണിയൻ്റെ കുറച്ച് പരിപാടികളുണ്ട്. അപ്പം ഞാൻ അതിന് പോകാനുള്ള പരിപാടിയില്ല. അപ്പോൾ ഞാൻ പോട്ടെ. പിന്നെ ഒരു കാര്യം, ഇനിയിപ്പോൾ ഞാനീ പറഞ്ഞ സംഭവങ്ങളൊക്കെ ഇല്ലേ, ഇനി അവിടെ കൊട്ടിഘോഷിക്കാൻ പോകണ്ട കേട്ടോ. എന്നാ അറിയാലോ. ഗുഡ് മോർണിംഗ്. ഇപ്പോഴാ പറയണ്ട, പഞ്ചായത്തിൽ പോയതല്ലേ. എന്തെങ്കിലും ഇടയ്ക്കൊക്കെ ഒരു വിഷയം മാറ്റിയിട്ട് പുതിയ കാര്യം. പുതിയ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇതൊരു സ്കൂളാണെന്നൊക്കെ ഒന്ന് ഓർത്താ നന്ന്. പിന്നെ ഞാൻ പ്രധാനപ്പെട്ട വേറെ കാര്യം കൂടി പറയാൻ വെച്ചിട്ടാണ് ഇപ്പോൾ വിളിച്ചത്. അതായത് നമ്മൾ ഒരു നവവിദ്യാഭ്യാസ യാത്ര നടത്താൻ തീരുമാനിച്ചിരിക്കുക. അത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു നിർദ്ദേശം കൂടി ഉണ്ട്. അതായത് നമ്മുടെ വിദ്യാർത്ഥികളുടെ വീടുകളിലേക്ക് പോകുന്നു. അവരുടെ വിഷമങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കി അവരോട് സംസാരിക്കാൻ വേണ്ടി പോവാം. മനസ്സിലായല്ലോ? അത് നല്ല കാര്യമാണ് മാഷേ. എന്ത് നല്ല കാര്യം ടീച്ചറെ. കുട്ടികൾ കാലത്തോട്ട് വൈകുന്നേരം വരെ നമ്മുടെ ഇവിടെ ഇരുന്നതല്ലേ, സ്കൂളിൽ വരുന്നതല്ലേ. പിന്നെ ഇപ്പം അവർ വീട്ടിൽ പോയിട്ട് വരേണ്ട കാര്യം എന്താ? എനിക്കത് ശരിയാണെന്ന് തോന്നുന്നില്ല കേട്ടോ.
അല്ല പക്ഷേ അത് രക്ഷാകർത്താക്കളെയും കൂടി കാണാമല്ലോ. അവർ വീട്ടിൽ പോകാം, അവരുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കാം, കുട്ടികളുടെ രക്ഷാകർത്താക്കളായിട്ട് സംസാരിക്കാം. അങ്ങനെ കുട്ടികളുടെ ഒരു വിദ്യാഭ്യാസപരമായിട്ടുള്ള പുരോഗതിക്ക് ഇത് വളരെ ആവശ്യമാണ്. ഇതൊക്കെ നമ്മൾ മാത്രമല്ല, വിദ്യാഭ്യാസ ചിന്തകർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. അതിന് മാഷെ രക്ഷാകർത്താക്കളെ കാണണമെങ്കിൽ PTA മീറ്റിംഗ് വിളിച്ചാൽ മതിയില്ലേ? അതിലും കൂടുതൽ എന്താ ചെയ്യേണ്ട ആവശ്യം? ഇങ്ങനെ പോകേണ്ട കാര്യമൊന്നുമില്ല. അല്ല, അത് പല അഭിപ്രായങ്ങളും ഉണ്ടാവും. പക്ഷേ ഇത് നമുക്ക് വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നുള്ള ഒരു നിർദ്ദേശം കൂടിയാണ്, നമ്മുടെ സ്വന്തം വക അഭിപ്രായമല്ല. അപ്പോൾ അതിന് എല്ലാവരും തയ്യാറാവുക. ഒരു വാഹനം, ഒരു AC ബസ് തന്നെ ആയിക്കോട്ടെ, AC ബസ് നോക്കണം. അത് മാഷ് നോക്കണം. മാഷ്ക്കല്ല എപ്പോഴും ഈ നാട്ടുകാരൊക്കെ ബന്ധമുള്ളത് ഒന്ന് അറേഞ്ച് ചെയ്യുക. അങ്ങനെ ഏറ്റവും അടുത്ത ദിവസം യാത്ര ആരംഭിക്കുക. ഉച്ചക്കഞ്ഞിയുടെ ഫണ്ട് തന്നെ അവതാളത്തിലാണ്. എല്ലാവരും കൂടി എൻ്റെ പടലിലേക്ക് ഉച്ചക്കഞ്ഞി വെച്ചിട്ട് അതിൻ്റെ ഫണ്ട് തന്നെ കിട്ടിയിട്ടില്ല. അതും കഴിഞ്ഞിട്ടും വരാം. പക്ഷേ സാർ, ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം അതല്ല. ഭാസ്കരേട്ടൻ്റെ ഈ പുറത്താക്കിയതാണ് ഇവിടെ പ്രധാനപ്പെട്ട വിഷയം. കുട്ടികൾക്ക് അത്ര പ്രിയപ്പെട്ടവനാണ് ഭാസ്കരേട്ടൻ. അപ്പോൾ കുട്ടികളാകെ വയലൻ്റ് ആയിരിക്കുന്നു. അതിലെന്തെങ്കിലും ഒരു നിവാരണം ചെയ്യണം. ഇതൊക്കെ ശരിയാണ്, എല്ലാവരുടെ അഭിപ്രായങ്ങളൊക്കെ ശരിയാണ്. പക്ഷേ ഈ യാത്രയുടെ കാര്യത്തിൽ യാതൊരു മാറ്റമില്ല. അത് തീരുമാനിച്ച കാര്യങ്ങളാണ്. അത് തീരുമാനിച്ച പോലെ മുന്നോട്ട് പോകും. എന്താ ഒരു ശബ്ദം, പക്ഷേ ഒരു ബഹളം. മാനേജർ വന്നിട്ടുണ്ടല്ലോ, കുട്ടികളും കൂടി ബഹളം വയ്ക്കുന്നുണ്ട്. ഓടാ സാറേ, ഓടാ സാറേ. പിള്ളേരാകെ കല്ലിളകി. They are not students. They are criminals. Criminals. You don't know. You don't know. I am the sole authority of this school. You know that. Hey, hey. എവിടെ പോയോ ഇവിടുത്തെ അധ്യാപകരൊക്കെ? ഏതടുപ്പ് പോയിരിക്കുകയാണ്? എന്താ വേണേ സാർ? എന്ത് തോന്നിയാസാടോ ഈ കാണിക്കുന്നത്? എന്താ ഈ കുട്ടികളെ ഹെഡ് മാസ്റ്റർ ഇവിടുത്തെ? അതെ, ഇത് ഈ പിള്ളേരെ മുഴുവൻ പറയുന്നത് കേൾക്കൂ. ഇവരുടെ ഒരു കുട്ടികളുടെ നിലവാരത്തിലേക്ക് അങ്ങ് I know that very well. You are behind them. These gundas. No. They were trying to attack me. Don't you know? മാനേജർക്ക് ഒരു പരിധിയുണ്ട്. മാനേജർ പ്രവർത്തനങ്ങൾക്ക് ഒരു പരിധിയുണ്ട്. ആ പരിധിയിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുക. മറ്റു കാര്യങ്ങൾക്ക് കൈകടത്തണ്ട. ഇത് പിന്നെ സ്കൂളിലെ കാര്യങ്ങൾ നോക്കാൻ ഞങ്ങളൊക്കെ ഉണ്ട്. സ്കൂൾ കാര്യങ്ങൾ പിന്നെ മാനേജർക്ക് പറഞ്ഞിട്ടുള്ള വിദ്യാഭ്യാസ ചട്ടപ്രകാരം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ മതി. അതിലപ്പുറത്തേക്ക് മാനേജർക്ക് ചെയ്യാനുള്ള അധികാരമില്ല. You mind it? I am the sole authority of this school and this is my property. You know that? ഭാസ്കരനെ മാത്രമല്ല, വേണ്ടി വന്നാൽ നിങ്ങളെ എല്ലാവരെയും ഞാൻ പുറത്താക്കും. What you can do? ആ വരട്ടൊന്നും ഇങ്ങോട്ട് വേണ്ട, അതൊക്കെ കയ്യിൽ തന്നെ വെച്ചിരുന്നാൽ മതി. നിങ്ങൾ അക്കാദമിക കാര്യങ്ങൾ ഇടപെടേണ്ട കാര്യങ്ങൾ നിങ്ങൾ എന്തായി പറയുന്നത്? നിങ്ങൾ ചരിത്രം പഠിപ്പിക്കണ്ട, ഐതിഹ്യം മാത്രം പഠിപ്പിച്ചാൽ മതി. ഇതെന്താ താൻ വലിയ വർത്തമാനമൊന്നും പറയണ്ട. കഴിഞ്ഞ ഹെഡ് മാർഷലിലപ്പോ അയാളുടെ മേശപ്പുറത്ത് ചാടി കയറി അയാളെ കസാല മറിച്ചിട്ടു ഗ്ലോബൊക്കെ പൊളിച്ച ആളല്ലേ താൻ? താൻ മറ്റേ യൂണിയന്റെ ആളല്ലേ? ഐ നോ യു വെരി വെൽ. മാനേജർ, നിങ്ങളുടെ നിലവിട്ട് പെരുമാറരുത്. നിങ്ങൾക്ക് എങ്ങനെയൊക്കെ പ്രവർത്തിക്കണം എന്നുള്ളതിന് ചില ചട്ടങ്ങളും നിയമങ്ങളും അതനുസരിച്ച് ഐ നോ ദാറ്റ് വെരി വെൽ ആൻഡ് യു ആൾസോ വാണ്ട് ടു മൈൻഡ് ദാറ്റ്. അങ്ങനെയാണ് കാര്യമെങ്കിലേ പിന്നെ മാനേജറും കുട്ടികളും കൂടിയിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്തോളൂ. ഞങ്ങളുടെ വഴിക്ക് പോവാം. ഈ ക്രിമിനൽസിൽ നിന്ന് നിങ്ങൾക്ക് എന്നെ രക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ കേന്ദ്രസേനയെ വിളിക്കും. ഐ വിൽ ടീച്ച് യു എ ലെസൺ. ഇങ്ങോട്ട് സൈന്യത്തെ വിളിക്കുന്നു പറഞ്ഞിട്ടില്ല, എന്തത്? മൂപ്പർക്ക് കേന്ദ്രത്തിലല്ല പിടി, കണ്ടില്ലേ? ഐ വിൽ ടീച്ച് യു എ ലെസൺ. എന്തൊരു ഗർവം അയാൾക്ക്. കൊണ്ടുവരും.
विश्राम. आगे मुख. അതറിയില്ലേ, അതിവിടെ മാനേജറുടെ അളിയനാ. പട്ടാളത്തിൽ യുദ്ധം പേടിച്ചിട്ട് ഓടിപ്പോന്നതാണ് മൂപ്പര്. ഇപ്പൊ മൂപ്പര് സ്വയം പട്ടാളക്കാരായിട്ട് അങ്ങനെ ഉണ്ട് നടക്കുക. അതന്നെ विश्राम. അത് പിള്ളേര് അയാളും കൂടിയിട്ട് ആയിക്കോളും. നമുക്ക് നമ്മളെ കാര്യം നോക്കുക. നമുക്ക് പോവാ. धने मत. भाई मत. अगर मेरे साले को इधर से निकालने के लिए कोशिश करेगा तो ये गोली से सबको टुकड़ा 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 करके बाहर फेंक दूंगा. समझा कि नहीं समझा?